ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിതേ ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. എവിടേക്കാണെന്ന് വെച്ചാൽ നമ്മുടെ അർത്തിങ്കി പള്ളിയിലെ പെരുന്നാളാണല്ലോ. ഇന്നും നാളെയും കൊണ്ട് നമ്മുടെ പെരുന്നാൾ തീരുവാണ്. അപ്പം നമ്മൾ ഇന്ന് ശനിയാഴ്ച പള്ളിയിലേക്ക് പോകാൻ നിൽക്കുക കേട്ടോ. ഇപ്പോൾ സമയം ഒരു 5:30 ആ ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാത്തുമ്പി ഡ്രസ്സ് കാണിച്ചേ. അപ്പോൾ കാത്തൂന് ഈ ഡ്രസ്സ് നേരത്തെ ഒരു ഈ കഴിഞ്ഞ വിഷുവിന് എടുത്താണെങ്കിലും കുറച്ച് വലുതായിരുന്നു കേട്ടോ. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിച്ചു കാത്തു, ഇത് കണ്ട മാസ്ക് ഇത് ഞാൻ ഇപ്പം വാങ്ങിച്ചാണ് കേട്ടോ. അവൾക്ക് ആ കളർ തന്നെ മാസ്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ പോയി വാങ്ങിച്ചതാണ്. അപ്പം മാസ്ക് ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല കുറച്ചൊരു ചുമയുണ്ട് കേട്ടോ. പനിയായിട്ടില്ല, ജലദോഷം ഇല്ല, പക്ഷേ ചുമയുണ്ട്. അപ്പം നമ്മൾ മാസ്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ ശിവക്കുട്ടൻ്റെ തൊപ്പി എടുത്തിട്ടുണ്ട്. കാരണം കടലിലോട്ടൊക്കെ പോകണ്ടല്ലേ. അപ്പം ബീച്ച് സൈഡിലൊക്കെ കുറച്ച് ഇതാണല്ലോ, തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കടൽക്കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ തൊപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം സേഫായിട്ട് വേണം പോയിട്ട് വരാൻ. അപ്പം നമ്മൾ കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങുവാണ്. ഓട്ടോ വരണം, ഓട്ടോയിൽ വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അതാകുമ്പോൾ കൂടുതലും പിന്നെ ഭയങ്കര തിക്കും തിരക്കും ഒക്കെ ആയിരിക്കും. ഒത്തിരി പേരുണ്ടാവും. നമ്മുടെ സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോഴേ പോയിട്ട് വേണം വരാൻ. അപ്പം നമ്മൾ നേരത്തെ ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി നേരത്തെ നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് ഇറങ്ങിയാലോ, പോകാം. ശിവക്കുട്ട പോകാം. ശിവക്കുട്ടൻ എല്ലാത്തിനും ഇപ്പം ഇങ്ങനെ പറയുവേ. ടാറ്റ കൊടുക്കാറില്ല നമുക്ക്. അപ്പോൾ ടാറ്റ പോവാട്ടാ. ഞങ്ങൾ ടാറ്റ പോയിട്ട് വരാം. ടാറ്റ കൊടുത്ത് ടാറ്റ കൊടു. പോകാം നമുക്ക്. ഒന്ന് അലയാട്ടി കാണിച്ചേ. ആന്ന് പറയാം. പോകാം നമുക്ക്. പെരുന്നാളിൽ എന്നാ വേണം? അത് നമുക്ക് പെരുന്നാളിൽ പോണ്ടേ. അവിടെ ഒരു പശു പോകുന്ന നോക്കിക്കൊണ്ടിരിക്കുക കണ്ട, പാടത്തൂടി പോകുന്നുണ്ട്. അതാണ് ദേ, നമുക്ക് പോകാം. പോകാം. ലൈറ്റ് തെളിഞ്ഞ് പുറത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് പോകാൻ. ഫ്രണ്ട്സ്, ഒരു തിരുത്തുണ്ട്. നമ്മുടെ അർത്തിങ്കി പള്ളിയില് പെരുന്നാൾ തീരുന്നത് ഇന്നും നാളെയും കൊണ്ട് തീരുമെന്നാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ അടുത്ത ഞായറാഴ്ച, അതായത് അടുത്ത 27-ാം തീയതി വരെ നമുക്ക് പള്ളിയിൽ പെരുന്നാൾ തന്നെയാണ്. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു കേട്ടോ. അറിയാണ്ട് പറഞ്ഞു പോയതാണ്. ആ ഒരു തിരുത്ത് പറയാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഒന്ന് ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ദേ ഇവിടെ പാടത്ത് ഈ പശുവാണെങ്കിൽ ഇതിന് അടിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി വന്നിട്ട് വരുന്നേ ഇല്ല കേട്ടോ. അത് ഭയങ്കര ഓട്ടാണ്. ഇത് നല്ല ഓട്ടാണ്. ഈ പാടത്ത് ചുറ്റും കിടന്ന ഓട്ടായിരുന്നു. ഞാൻ പിന്നെ അത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങി നമ്മൾ റോഡിലേക്ക് കയറുവാണ്. നമുക്ക് ഓട്ടോ ഇവിടുന്ന് വേണം വിളിക്കാൻ, ഈ ജംഗ്ഷനിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഓട്ടോയ്ക്ക് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് എത്താറായിട്ടുണ്ട്. നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ച് പോകുമായിരുന്നു. അപ്പോൾ പക്ഷേ ഇത് എന്താണെന്ന് വെച്ചാൽ ചേട്ടായിക്ക് ആ കാലിൻ്റെ ഭാഗത്ത് ശരിക്കൊന്ന് പൊട്ടി പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷൂ ഇട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ചായിരുന്നു. ഓട്ടോ വിളിച്ചപ്പോൾ 2-3 പേര് വന്നില്ല. കാരണം നമുക്ക് ഫുൾ ബ്ലോക്കാണ് കേട്ടോ. വണ്ടി കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഒരു ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ കടത്തി വിടുന്നുണ്ട് വണ്ടിയൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഒരു ഓട്ടോ കിട്ടി. നമ്മൾ ഇതേ ഇപ്പോൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാത്തുമ്മയും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവളും പെരുന്നാളിന് പോകുന്നതിൻ്റെ ആ ഒരു ത്രില്ലിലാണ്. പിന്നെ ദേ ഇവിടുന്ന് തുടങ്ങുന്ന ഇവിടുന്ന് കേട്ടോ നമ്മുടെ പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് ഈ ഒരു സമയത്ത്, ഇന്ന് ശനിയാഴ്ച ഇടദിവസം ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്രയെങ്കിലും പിന്നെ ആൾക്കൂട്ടം കുറവ്. കുറച്ചുകൂടി ആയി കഴിയുമ്പം നല്ല സമയം പോകുന്തോറും നല്ല ആളുണ്ടാവും. ഇവിടുന്ന് തുടങ്ങുന്ന തിരക്ക് നമുക്ക് ഇവിടെ നിന്നും നാളെ ഈ ഒരു സമയത്ത് നമുക്കൊന്ന് നിൽക്കാനേ പറ്റാത്ത അവസ്ഥയായിരിക്കും. കാരണം ഒരു 1.5 മണിക്കൂർ ക്യൂ നിന്ന പിന്നെ ഈ ആ ബ്ലോക്കിൽ നിന്നാൽ പോലും അവിടെ പള്ളിയിലേക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. കാരണം അത്ര കണ്ട് ജനങ്ങളാണ് നമ്മുടെ അർത്തിങ്കി പള്ളിയിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്കിലും നമ്മൾ ഒരുപാട് ആ പള്ളിയുടെ വാതിക്ക വരെ നമുക്ക് പോകാനായിട്ട് പറ്റില്ല കേട്ടോ. നമുക്ക് ഇതേ ഈ ഒരു സമയമായപ്പോൾ, ഈ ഒരു സ്ഥലമായപ്പോൾ നമുക്ക് ഇറങ്ങേണ്ടി വന്നു. പിന്നെ ഒരു 1/2 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ മുന്നോട്ട്. അങ്ങോട്ട് നമ്മൾ കടത്തി വിടുന്നുണ്ടായിരുന്നില്ല വണ്ടി. അപ്പോൾ അതേ നമ്മുടെ കാത്തുമ്പി ഫ്രണ്ടിലേക്ക് നടക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ, ഞാൻ പറഞ്ഞില്ല, ആ ഒരു ജംഗ്ഷനിൽ തുടങ്ങുന്ന കടകളാണ്. നല്ല കുഞ്ഞു പൂക്കളൊക്കെ, ചെടിച്ചട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊന്നും ഇപ്പോൾ വാങ്ങിക്കുന്നില്ല. നമുക്ക് വീടൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്നുള്ളൊരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ
പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിലേക്കൊക്കെ വാങ്ങാനുണ്ട്. ആദ്യം നമ്മൾ ഫസ്റ്റ് നമ്മളൊരു സൈഡിൽ കൂടി പോയി ബീച്ചിൽ ചെന്ന് തിരിച്ച് വരുന്ന വഴിയായിട്ട് ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതും കിട്ടിച്ചുമെന്ന് പിന്നെ തിരിച്ചിങ്ങോട്ട് വരേണ്ടി വരും. അത് ബുദ്ധിമുട്ടാണല്ലോ, കുഞ്ഞിനെ എടുക്കാനുണ്ട്, മാറി മാറി പിടിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിത് പള്ളിയുടെ വാതിക്കൽ നടന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ നമ്മുടെ പള്ളി, അർത്തിങ്കിൽ പള്ളിയാണ്, അർത്തിങ്കിൽ ബസിലിക്ക പള്ളിയാണ്. കണ്ടോ എന്ത് രസമാണെന്ന് നോക്കുക. ആ തെളിഞ്ഞ് കാണുന്നത് മുഴുവനും ലൈറ്റാണ് കേട്ടോ. ഒന്നും പറയാനില്ല, സത്യം പറഞ്ഞാൽ ഇതിൻ്റെ രാത്രി വ്യൂ രക്ഷയില്ലാത്തതാണ് കേട്ടോ. ഞാനത് കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. നല്ല രസമുണ്ട് കാണാൻ. ഇതിപ്പോൾ ഇരുട്ടി വരുന്നതേ ഉള്ളൂ. ആളുണ്ടോ, തിരക്കുണ്ടോ? നല്ല തിരക്കായിരുന്നു. നമ്മളിപ്പോൾ ഞാനും കാത്തുമ്പി കൂടി പള്ളിക്കുള്ളിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ കപ്പേളിൽ നമ്മൾ നേർച്ച ഇട്ടു, തൊഴുതിട്ട് നമ്മളിത് ഇപ്പോൾ നടക്കുകയാണ് ബീച്ചിലേക്ക്. കണ്ടോ എന്ത് രസമാണെന്ന് നോക്ക്, കാണാൻ തന്നെ ഭയങ്കര വൈബാണ് കേട്ടോ. രണ്ട് സൈഡിലും നിറച്ച് കടകളെന്ന് വെച്ചാൽ നമുക്ക് ബലൂൺ കട, എല്ലാ കടകളും ഒന്ന് പറയാം, എടുത്തെടുത്ത് പറയാം. എന്തിനാ ഞാൻ പറയട്ടെ, ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെ വീട്ടിലാണെങ്കിലും വീടിന് പുറത്താണെങ്കിലുള്ള വേണ്ട സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. കുറേയൊന്നും നമ്മൾ കണ്ട് രസിക്കാൻ പോകുന്നില്ല, അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ഇതുകൂടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ അതെടുത്തില്ല. കുറേയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തു. കണ്ടോ, ഇത് നമ്മളൊരു കാർണിവലിനുള്ളിലേക്ക് കയറിയാണ് കേട്ടോ. അപ്പോൾ ഇതിലൊന്നും നമ്മൾ കയറിയില്ല, കാരണം കുഞ്ഞുമായിട്ട് ഇതൊന്നും കയറാനായിട്ട് പറ്റുന്ന സാഹചര്യമല്ല നമുക്ക്. പിന്നെ കാത്തുമ്പിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ വെള്ളത്തിൽ ബോട്ടുണ്ടായിരുന്നു അതിൽ കയറാൻ. പക്ഷേ അവിടെയും കയറ്റിയില്ല, കാരണം കാത്തൂന് അറിയത്തില്ല ഒന്നാമത്തെ കാര്യം ബോട്ടിൽ. അവളുടെ കൂടെ കയറാനും വേറൊരു കുട്ടി കൂടി ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ നമ്മൾ അവളെ അതിൽ കയറ്റാഞ്ഞത്. പിന്നെ നമ്മളെല്ലാം കാണാനൊക്കെ പോയിട്ടാ. കുറേ നേരം അവളെ അതുമൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിന്നു. എനിക്ക് ആ സംഭവം ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പണ്ട് വീഗാലാൻഡിൽ പോയപ്പോൾ കയറിയ ഒരു ഓർമ്മയൊക്കെ പെട്ടെന്ന് വന്നിട്ടാ. അത് നമ്മൾ സ്കൂളിൽ നിന്ന് പോയതായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്കൊരു വൈബാണല്ലോ അതൊക്കെ. പിന്നെ ഇങ്ങനെ കുറച്ച് കുട്ടികൾക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ, ടോയ്സൊക്കെ വെച്ചിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ബലൂണൊക്കെ ഇട്ടിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് കയറുന്നതാണ്. അതിലൊന്നും അവൾക്ക് താല്പര്യമില്ല. പിന്നെ അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നത് മറ്റേ വലിയൊരു സാധനമില്ല, അതിൽ കയറാനായിരുന്നു. അതിൽ ഉടുപ്പ് അഴുക്കാവുമെന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് പിന്നെ അതിൽ കയറിയില്ല. നമ്മൾ പോകുന്നല്ലേ ഉള്ളൂ, ഉടുപ്പ് അങ്ങനെ മോശമാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതിലും അവൾ കയറിയില്ല. പിന്നെ അതുമാത്രമല്ല, അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കുത്തനെ കിടക്കുന്നതുകൊണ്ട് അവൾക്ക് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവൾ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് നിന്നോളും. പക്ഷേ ഒറ്റയ്ക്കായതുകൊണ്ട് അതിലവൾക്ക് കയറാൻ്റെ ഭയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൾ കയറിയില്ല. പിന്നെ നമ്മളെ കയറ്റാത്തതുകൊണ്ടും നമ്മളതിലേക്ക് പോയില്ല. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഈ നഴ്സറീസ്, നമ്മുടെ ചെടിച്ചട്ടികൾ, അതൊക്കെ. പിന്നെ ഈ സംഭവമാണ് കേട്ടോ. കൂടെ ആരും ഇല്ലാഞ്ഞുകൊണ്ട് കഥമ ഭയങ്കര സങ്കടപ്പെട്ട് സാഡായിട്ടിരിക്കുകയാണ്. പിന്നെ ആ പുറകെ ഇരിക്കുന്ന സംഭവം കൊണ്ടോ, അതിലാണ് അവൾക്ക് കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഈ കുത്തനെ കിടക്കുന്ന ഒരു ഭയം കൊണ്ട് അവളത് കയറിയില്ല. പിന്നെ നമ്മൾ ഈ ഗെയിം കളിക്കാൻ പോയിട്ട് ഗെയിം ബസ്സിൽ കണ്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഇത് എന്തെങ്കിലുമൊക്കെ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് നമ്മളും കൊടുത്ത് കയറിയതാണ്. 40 രൂപ കേട്ടോ ഈ ഒരു സംഭവത്തിന്. ഇതിങ്ങനെ നമ്മൾ ആ ഓരോ ബോളിൽ ഓരോ നമ്പേഴ്സ് ഉണ്ട് കണ്ടോ, 1 മുതൽ 6, 7 വരെ കണ്ടുണ്ട്. 7 വരെ ഉണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ ഓരോ ബോൾ ഇടണം. അപ്പോൾ ഏതെല്ലാം അക്കത്തിലാണ് നമ്മൾ ഉള്ളിലേക്ക് ബോൾ വീഴുന്നത് അത് നമ്മൾ ടോട്ടൽ എണ്ണിയിട്ട് അതിനുള്ളൊരു ഗിഫ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചേട്ടായി അത് കളിക്കാൻ പോവുകയാണ്. ഇതാകുമ്പോൾ മറ്റേതുപോലെയല്ലല്ലോ, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടും, ഒന്നും കിട്ടാതെ പോകത്തില്ല. അപ്പോൾ വളയെറിയുന്നതിനേക്കാൾ സേഫ് ഇതായതുകൊണ്ട് നമ്മളിത് കളിച്ചു. വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ കളിച്ചു കേട്ടോ. ഒരു 17 നമുക്ക് ടോട്ടൽ കൂട്ടിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 17 നമ്പറിന് നമുക്ക് കിട്ടുന്ന ഒരു പാത്രമായിരുന്നു. അത് ഒട്ടും നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു പാത്രമായിരുന്നു കേട്ടോ. നമുക്ക് വീട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു പാത്രം. നമുക്ക് ഇത് 40 രൂപക്കൊക്കെ വലിയ നഷ്ടമില്ലാതെ ലാഭത്തിൽ നമുക്ക് കളിക്കാൻ പറ്റി. അപ്പോൾ ആ സാധനം കിട്ടിയതും കൊണ്ട് നമ്മൾ നേരെ പോന്നു. അപ്പോൾ ഇത് കണ്ടോ, ഈ സാധനത്തിൽ കയറാൻ ഞാൻ കാത്തൂനോട് പറഞ്ഞതാണ്. കാത്തൂന് പക്ഷേ കുത്തനെ കിടക്കുന്നതുകൊണ്ട് ഒരു പേടി, അപ്പോൾ അതിലവൾ കയറിയില്ല. പിന്നെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയ പാത്രമായിട്ട് ചേട്ടാ ഇവിടെ നിൽപ്പുണ്ട്. നമ്മുടെ ശിവക്കുട്ടനാണെങ്കിൽ ഒന്നും പറയണ്ട, എൻ്റെ പൊന്നോ, ഓരോ ഷോപ്പിലെ പാട്ട് കേട്ട് ഭയങ്കര തുള്ളലായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് അവസാനം ഫൈനലി ഇതിൽ കയറ്റാമെന്ന് പറഞ്ഞ് കാത്തു വലിയ കുഴപ്പമില്ലാണ്ട് കയറി. ഒരു 50 രൂപ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ പാസ്. അപ്പോൾ ടിക്കറ്റും എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്.
ഇതിൽ കാത്തുമ്പിക്ക് എന്തോ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, എങ്കിലും വലിയ പിടുത്തവും ഇല്ലായിരുന്നു കേട്ടോ. ഇരിക്കണ ഇരിപ്പ് കണ്ട ഞാൻ കുറേ നേരമായിട്ട് കൈ കാണിക്കുന്നുണ്ട് പുറത്തിരുന്ന്, പക്ഷേ വലിയ മൈനൊന്നും ഇല്ലാണ്ട് പോവുകയാണ്. വിളിച്ചിട്ടും കേൾക്കുന്നുണ്ടായിരുന്നില്ല, കാരണം ഇതിൻ്റെ സൗണ്ട് ഭയങ്കര കേട്ടോ. ഇതിൻ്റെ മാത്രമല്ല, ഈ ചുറ്റും ഓരോന്നിലും ഓരോ പാട്ടുകളാണ്. അപ്പോൾ ആ ഓരോ സാധനങ്ങളിലും പാട്ടുണ്ട്, അല്ലാത്ത ഷോപ്പുകളിൽ നിന്നുള്ള പാട്ടുണ്ട്, പള്ളിയിൽ നിന്നുള്ള ഒച്ചയുണ്ട്, മൈക്കിൻ്റെ അങ്ങനത്തെ എല്ലാ ഒച്ചകളും കാര്യങ്ങളും, ഈ വിൽക്കുന്ന സാധനങ്ങളെയൊക്കെ കുറിച്ച് പറയുന്ന ആ ഓരോ ഷോപ്പുകളിൽ നിന്നുള്ള ഒച്ചകളില്ലേ മൈക്കിൽ കൂടിയിട്ട്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ടും കാത്തുനെ വിളിച്ചിട്ടും കാത്തു വെക്കുന്നുണ്ടായിരുന്നില്ല. ഇനി നോക്കിയപ്പോഴാകട്ടെ ഭയങ്കര ഡെസ്പായിട്ടിരിക്കും കേട്ടോ. പിന്നെ മാസ്ക് വെച്ചുകൊണ്ടാണോന്ന് അറിയില്ല, അവൾ ചിരിച്ചത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ പൊടിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഫുള്ള് സെറ്റപ്പിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അതെ കാത്തമ്മ അങ്ങനെ കിറങ്ങി അതിൽ നിന്ന് ഒരുവിധം ഇറങ്ങി. പിന്നെ നമ്മളിത് ഇതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലെന്ന് വെച്ചാൽ നമുക്കൊരു ഇഷ്ടം തോന്നിയതെന്ന് വെച്ചാൽ, ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത്, അവിടെ ആയിരിക്കുന്ന കപ്പ് ഒഴികെ ബാക്കിയെല്ലാം ക്യാഷായിരുന്നു കേട്ടോ. ക്യാഷ് അപ്പോൾ മുഴുവനും ക്യാഷല്ല, നമ്മൾ ആ മുകളിലിരിക്കുന്ന 500, 50, ഇപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 500 കിട്ടിയാൽ അങ്ങനെ ആട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ എറിഞ്ഞു നോക്കി. പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ നമ്മളിത് ഈ ഒരു കരിക്കിൻ്റെ ജ്യൂസ് വാങ്ങിച്ചിട്ട്, ജ്യൂസല്ല ഷെയ്ക്കാണ്, എനിക്കും തൊണ്ടയ്ക്ക് വയ്യ എങ്കിൽ പോലും നമ്മൾ വാങ്ങിച്ചേട്ടാ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചില്ല, ഞാൻ മാത്രമേ കുടിച്ചുള്ളൂ, ചേട്ടായിക്ക് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ദേ നമ്മൾ ബീച്ചിലെത്തി കേട്ടോ. ഒരുവിധം നടന്നു, ഒരു 2-3 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ കാർത്തികപ്പള്ളിയിൽ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് നമ്മുടെ ബീച്ചിലേക്ക്. അങ്ങനെ നടന്ന് നമ്മൾ സാധനങ്ങളൊക്കെ കണ്ടും മേടിച്ചൊക്കെ വരുമ്പോൾ നമ്മൾ അറിയില്ല നടക്കുന്നത് പോലും. പിന്നെ വെറുതെ നിന്ന് കൊടുത്താൽ മതി, തിരക്കിലും നമ്മളിവിടെ എത്തിച്ചോളും. ബീച്ച് ഭാഗത്ത് വന്നപ്പോൾ കണ്ടോ, ഇവിടെയും നിറച്ച് കടകളാണ്. എൻ്റെ പൊന്നോ, തിര നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു നോർമലി നമ്മുടെ കടലിൽ നിൽക്കുന്നതിനൊക്കെ കുറച്ചും കൂടി തിര രൂക്ഷമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വേറെ ഗാർഡ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അധികം ഇതിങ്ങനെ കുത്തനെ കിടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നമ്മളധികം ഉള്ളിലേക്ക് നമ്മളെ ഇറക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ പുറകിലോട്ട് കണ്ട ഈ വ്യൂ മുഴുവൻ നമ്മുടെ ഒരു പ്രദേശമാണ് കേട്ടോ. നമ്മുടെ ശിവക്കുട്ടനാണെങ്കിൽ ഫുൾ പാട്ടൊക്കെ കേട്ടിട്ട് തുള്ളലാണ്. ഇവിടെയും ഫുള്ള് പാട്ടും കുത്തുമൊക്കെയാണ്. അപ്പോൾ ഈ 2 കുട്ടികളല്ലാതെ വേറെ ആരും അവിടെ അധികം നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. പിന്നെ ഈ ഇരിക്കുന്ന ചേട്ടന്മാരുടെ അടുത്ത് വരെ, ഈ ഇരിക്കുന്ന കണ്ടോ, ആ പുറകിൽ ആ ചേട്ടൻ്റെ അടുത്ത് വരെ നമ്മുടെ തിര അടിച്ച് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ തവണ അതിന് തൊട്ട് മുന്നേ കൂടി വന്നു. പിന്നെ നല്ലോണം അടിച്ച് കയറിയപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് കേട്ടോ. അപ്പം തന്നെ എല്ലാവരും പേടിച്ചു പോയി. പിന്നെ കാത്തുമ്പി, ഞാൻ ആ ഷെയ്ക്ക് കുടിച്ചതിൻ്റെ വൈരാഗ്യത്തിനാണ് ഈ ഒരു എൻ്റെ പേര് സോന പപ്പടിപ്പൂടെ, എൻ്റെ എന്തോ പേര് പറയത്തില്ലേ, ആ സംഭവം മേടിച്ച് കഴിക്കുവാണ്. പിന്നെ അതെ അവിടെ നിന്നൊരു വീഡിയോ എടുക്കാൻ നോക്കി, പക്ഷേ എനിക്ക് കളർ കൂടുതലായതുകൊണ്ടും അവിടെ സ്വാഭാവികമായിട്ട് ഇരുട്ടായതുകൊണ്ടും അത് നല്ലപോലെ കിട്ടിയില്ല. പിന്നെ ശിവക്കുട്ടൻ്റെ കാര്യമാണെങ്കിൽ ഒന്നും പറയണ്ട, എൻ്റെ പൊന്നോ ഇതിനെ ഇട്ടുണ്ട് വട്ടം കറക്കുവാണ് കേട്ടോ. അവനിങ്ങനെ ചുമ്മാ തുള്ളി കളിക്കണം, അത് ഇറങ്ങാൻ വേണ്ടിയിട്ടുമാണ്. പിന്നെ അതേ കണ്ട പോലീസും കാര്യങ്ങളൊക്കെ വന്നു. അവിടെ ഇരുന്ന ആ ചേട്ടനും ചേച്ചിയൊക്കെ എഴുന്നേറ്റ് പോയിട്ടോ. അത് കാരണം തിര വല്ലാണ്ട് ഉള്ളിലേക്ക് അടിച്ചപ്പോൾ അവർ എഴുന്നേറ്റ് പോയതാണ്. നമ്മുടെ ശിവക്കുട്ടൻ ഭയങ്കര ഹാപ്പിയായിരുന്നു, എൻജോയ് ചെയ്തിരിക്കുക കേട്ടോ. അങ്ങനെ കരയാറും പിടിക്കാറും ഒന്നുമില്ല. ഇവനെയും കൊണ്ട് നമ്മൾ കഴിഞ്ഞ പെരുന്നാളിന് വന്നിട്ടുണ്ടായിരുന്നു, ഒരു 3-4 മാസം ഉള്ളപ്പോൾ. അപ്പോഴും നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ശരിക്കും വിഷമിച്ചു കേട്ടോ, കാരണം പള്ളിയിൽ നിന്ന് രൂപം കൊണ്ടുവരുന്ന ആ സമയത്തായതുകൊണ്ട് നല്ല തിക്കും തിരക്കുമായിരുന്നു. അവസാന ദിവസമായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം കണ്ട പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ മാറി ഇവിടെ ഒരു സ്ഥലത്ത് വന്നിരുന്നപ്പോൾ അവൻ മണ്ണ് വാരി എറിയാൻ തുടങ്ങിയതുകൊണ്ട് നമ്മൾ എനിക്ക് നല്ല ചുമയുണ്ട് കേട്ടോ. മണ്ണ് വാരി എറിയാൻ തുടങ്ങിയതുകൊണ്ട് നമുക്കത് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമായി. അപ്പോൾ ഞങ്ങൾ പതിയെ എഴുന്നേറ്റ് നമുക്ക് തിരിച്ച് നടക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഒരുവിധം എങ്ങനെ വന്നാലും 9-9:30 ആകും നമ്മൾ വീട്ടിലെത്തുമ്പോൾ, കാരണം അത്രയും നടക്കാനുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് തിരിച്ച് വരുമ്പോൾ വേണം വാങ്ങിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോൾ എന്തായാലും സമയമാകുമല്ലോ. പിന്നെ എന്നെ ഏറ്റവും ആകർഷിച്ചത് ഈ ഒരു പഴയകാല മിഠായികളാണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ. ആ ഓറഞ്ച് മിഠായി എന്നാ ടേസ്റ്റാണെന്ന് അറിയാമോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാനത് വാങ്ങിച്ചില്ല, കാരണം അധികം മധുരം ഇപ്പം കഴിക്കാറില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആ മാങ്ങയുടെ സംഭവം കണ്ടോ, ഒരു പ്ലാസ്റ്റിക് മാങ്ങ ആ ഷേപ്പിൽ, അതിനുള്ളിൽ ജെല്ലി, അതിൻ്റെ പൊന്നോ അത് നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. അതൊന്നും വാങ്ങിച്ചില്ല. ഞങ്ങൾ എന്തൊക്കെ അതിൻ്റെ അകത്ത് മേടിച്ചെന്നുള്ള
എന്നുള്ളത് എനിക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് അടുത്ത വ്ളോഗിൽ കാണിക്കാം. പിന്നെ ഈ ഒരു സംഭവം കണ്ടു, ഇത് ഒറിജിനലാണ് കേട്ടോ. ഇത് നമ്മുടെ ആ ഒരു പെറ്റ്സിൻ്റെ ഷോ ആയിരുന്നു കേട്ടോ, പെറ്റ്സ് ഷോയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് ഈ ക്യാമറ ഇട്ടിട്ട് ഞാൻ ഈ ഓടുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ സൈഡിൽ വെള്ള എലി കൊണ്ടൊരു ചേട്ടൻ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയും പിടിപ്പിക്കുന്നുണ്ടായിരുന്നു, വേണമെങ്കിൽ തൊട്ട് നോക്കാമെന്നും പറഞ്ഞു. പക്ഷേ എനിക്ക് പേടിയായതുകൊണ്ട് ഞാനവിടെ ഇപ്പുറത്തേക്ക് വന്നതാണ്. പിന്നെ ഈ ഒരു സ്മോക്ക് ബോൾ ഉണ്ടായിരുന്നു, അത് നമ്മൾ ട്രൈ ചെയ്തില്ല. ഇങ്ങനെ കഴിക്കുമ്പോൾ വായിൽ നിന്ന് പുക വരുന്ന സംഭവമില്ലേ, അതെനിക്ക് എന്തോ ടേസ്റ്റ് ചിലപ്പോൾ പിടിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് അതും നമ്മൾ ട്രൈ ചെയ്തില്ല. കണ്ട് പോരുമായിരുന്നു കേട്ടോ കൂടുതൽ. നമുക്ക് കാണാനും ഇഷ്ടം പോലെ കാര്യങ്ങളുള്ളതുകൊണ്ട് അങ്ങനെ നമ്മളങ്ങ് കണ്ടുപോന്നു. പിന്നെ നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു, അതൊക്കെ നമ്മൾ വാങ്ങിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ടോയ്സിൻ്റെ സെക്ഷനിലോട്ട് പോയി. ഇതൊക്കെ 60 രൂപയാണ് കേട്ടോ. എനിക്ക് കൂടുതലും ലാഭമായിട്ട് തോന്നിയത് ഇവിടെ ടോയ്സിൻ്റെ ആ ഒരു സെക്ഷനാണ്. 100 രൂപ കൂടിപ്പോയാൽ അതിൽ കൂടുതൽ ഇല്ല, അത്രയാണ് മാക്സിമം. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് ടോയ്സൊക്കെ വാങ്ങിച്ചു നമ്മുടെ ശിവക്കുട്ടിന് വേണ്ടിയിട്ട്. കുറേ കൺഫ്യൂഷനായിരുന്നു കേട്ടോ. നമുക്ക് ഒരുപാടൊന്നും വേണ്ട, എങ്കിലും അവന് ഇഷ്ടപ്പെടുന്നതും ആയിരിക്കണമെന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ പോയിട്ട് വന്നു കേട്ടോ. ഇപ്പം വന്നതേ ഉള്ളൂ. ഓട്ടോയിൽ തന്നെയാണ് നമ്മൾ തിരിച്ചും പോകുന്നത്. എൻ്റെ പൊന്നെ ശരിക്കും കുഴഞ്ഞു പോയി കേട്ടോ. അപ്പം നമുക്കിനിയുള്ളത് എന്താ താഴെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ താഴെ തന്നിട്ട് ബെഡൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മുടെ ശിവക്കുട്ടൻ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അപ്പം നമുക്കിനി ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ട് എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ അടുത്ത വ്ലോഗിൽ ഇടുന്നതായിരിക്കും. അപ്പം ഞാൻ ഒന്ന് റെഡി ആയിട്ട് വരാം. പിന്നെ നമ്മൾ രാത്രിയിലത്തേക്കുള്ള ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പൊറോട്ടയും ചിക്കൻ കറിയാണ്. അപ്പം നമ്മൾ അതൊക്കെ കഴിച്ചു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നമ്മുടെ അത്തിങ്കൽ പള്ളിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അതൊക്കെയാണ്. നമുക്ക് മുഴുവൻ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നമുക്ക് കാണാൻ തന്നെ ഒരുപാടുണ്ട്. അപ്പം കുറേ വീഡിയോ എടുത്തിട്ട് ഏത് നേരം ഫോൺ മുക്കി പിടിച്ചടക്കാം അങ്ങനെ തോന്നിയില്ല. മാക്സിമം പറ്റുന്നതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ഈ ശിവക്കുട്ടിന് മേടിച്ച ഇത് കേട്ടോ, പാൻറ് നല്ല ഭംഗിയില്ലേ. അപ്പൊ നമുക്ക് നാളെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കാണുന്നത് വരെ ടാറ്റോട്. ഇഷ്ടപ്പെട്ട വീഡിയോ? പെരുന്നാളിന് പോയത് ഇഷ്ടപ്പെട്ട? പെരുന്നാളിന് പോയത് ഇഷ്ടപ്പെട്ട? വണ്ടി മേടിച്ചത് ഇഷ്ടപ്പെട്ട? എല്ലാം ഇപ്പൊ എന്ന് പറയും കേട്ടാ. അപ്പൊ എല്ലാം ഇഷ്ടപ്പെട്ടല്ലേ? ഡൺ. നമുക്ക് നാളെ കാണാം. ടാറ്റാ.